നമ്മൾ ഈ നാട് മിസ് ചെയ്യണത് ഏറ്റവും കൂടുതൽ എപ്പോഴാണെന്നറിയോ? എല്ലാവരും പറയുന്ന പോലെ തന്നെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അല്ലേ. അപ്പം ഇന്നിപ്പോൾ എന്താ പറയുക, ഓശാന ഞായറാണ്. അപ്പോൾ ഈ ഒരു ഈസ്റ്ററിൻ്റെ സമയത്തോ ഓണത്തിൻ്റെ സമയത്തോ അങ്ങനത്തെ സമയത്തൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ പള്ളിയിൽ പോയി. ഞാനിപ്പോൾ ഡൽഹിയിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ പള്ളിയിൽ പോയി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, പോണ വഴിക്കൊക്കെ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോവാം ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഞാൻ ആലോചിക്കാം, ഞങ്ങൾ നാട്ടിലായിരിക്കുമ്പോൾ ഈസ്റ്ററിൻ്റെ ആ ഒരു സമയം എന്ന് പറയണത് തന്നെ ഭയങ്കര എന്താ പറയുക, 50 ദിവസം നോമ്പെടുക്കുക, പള്ളിയിൽ പോവുക. ഇവിടെ ഇപ്പോൾ ക്ലാസ്സും പഠിപ്പും ഇതൊക്കെ ആയിട്ട് വന്നിട്ട് ഒന്നുമില്ല. നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ സമയമില്ല, നമ്മളത് കഴിക്കുന്നില്ല. പെസഹാപ്പ് ഉണ്ടാക്കുന്നില്ല. കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന കാര്യം കുർബാനയ്ക്ക് പോകുന്നു. നമ്മൾ ഹിന്ദി കുർബാന കേൾക്കേണ്ട അവസ്ഥയാണ്. ഹിന്ദി കുർബാന ഹരിയാന വന്നൊരു ഹിന്ദി കുർബാന കേട്ട് നമ്മുടെ ഓശാന ഞായറാഴ്ച. അങ്ങനെ ഒരു കണക്കിന് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ലക്കിയാണ്. ബിക്കോസ് എനിക്ക് വെക്കേഷനൊക്കെ ഉള്ള സമയത്ത് എനിക്ക് വീട്ടിലേക്ക് പോയിട്ട് വരാൻ പറ്റും. പക്ഷേ എൻ്റെ ചേച്ചിയുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ 3 വർഷമായി ചേച്ചി വീട്ടിലോട്ടൊക്കെ വന്നിട്ട്. അങ്ങനെ സോ നാടാണ് ഗൈസ് അടിപൊളി, നമ്മുടെ വീടാണ് അടിപൊളി. അത്ര എനിക്ക് പറയാനുള്ളൂ. വീട്ടുകാരുടെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ, നാട്ടിലെ സ്ഥലങ്ങളിൽ നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യുക, നല്ല മെമ്മറീസ് ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്കതൊരു വല്ലാത്തൊരു റിഗ്രറ്റായിരിക്കും. നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പള്ളിയിലെന്നൊക്കെ പറഞ്ഞാൽ ഈ സമയത്തൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. അതൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴുള്ള വിഷമമുണ്ടല്ലോ, എനിക്കാരും ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ. ഹാപ്പി ഓശാന. ബൈ ഗൈസ്.